Hi everyone, welcome to my new video. My name is Licha John. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് 2024 ഓഗസ്റ്റ് മാസത്തിൻ്റെ ലാസ്റ്റ് ദിവസമാണ്. നമ്മൾ സെപ്റ്റംബറിലേക്ക് എൻ്റർ ചെയ്യാൻ കടക്കുകയാണ്. 2024 ഇത്രയും മാസങ്ങൾ കടന്നുപോയി, ഇനി വെറും 4 മാസം. അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട്, ഇപ്പോൾ ഇത്രയും നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, ഇതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഇരുന്ന് ഒന്ന് ആലോചിക്കുക. ഒരുപാട് സമയം ഇരുന്ന് ആലോചിക്കേണ്ട, ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് ഇരിക്കുക. ഇരുന്ന് കൂളായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഇത്രയും നാളും എന്തൊക്കെ ചെയ്തു. നിങ്ങളുടെ ടു ഡു ലിസ്റ്റൊക്കെ എടുത്ത് നോക്കുക, നിങ്ങളുടെ ഇയർ പ്ലാനർ എടുത്ത് നോക്കുക, നിങ്ങളുടെ മന്ത്ലി പ്ലാനർ എടുത്ത് നോക്കുക, നിങ്ങൾ എത്ര കാര്യങ്ങൾ ടിക്ക് ചെയ്തു, അതുപോലെ ഇനി എന്തൊക്കെ ടിക്ക് ചെയ്യാൻ ബാക്കിയുണ്ട് എന്നൊക്കെ നോക്കാനുള്ള ഒരു സമയമാണ് ഗായ്സ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ സെപ്റ്റംബറിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. അപ്പോൾ സെപ്റ്റംബറിൽ നമുക്കൊരു വിഷ് ലിസ്റ്റ് വേണം. സെപ്റ്റംബർ വിഷ് ലിസ്റ്റാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എനിക്ക് ഒരിക്കലും നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റത്തില്ല നിങ്ങളുടെ വിഷ് ലിസ്റ്റ് ഇതൊക്കെ ആയിരിക്കണമെന്ന്. എനിക്ക് എന്നോട് പറയാം, എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു വിഷ് ലിസ്റ്റ് റെഡിയാക്കാൻ പറ്റും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ടിക്ക് ചെയ്യുന്നുണ്ട്. ചെയ്യാൻ പറ്റാതെ പോയത് ഞാനത് നെക്സ്റ്റ് ടൈം, അതിപ്പോൾ നെക്സ്റ്റ് മന്ത് എന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് എപ്പോഴാണോ പറ്റുന്നത് ആ ഒരു സമയം നമ്മൾ നോക്കി വെക്കും, മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യും, ആ ഒരു ടൈമിലേക്ക് നമ്മൾ വെക്കും. അനാവശ്യമായിട്ട് ഈ മാസം ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് ഞാൻ എഴുതി വെക്കാറില്ല. അത് നമുക്ക് പിന്നീട് ഒരു ഡീമോട്ടിവേഷൻ, ഒരു ഡിസപ്പോയിൻമെൻറ്റ് തരുന്ന ഒരു നെഗറ്റീവ് കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് സെപ്റ്റംബറിലെ വിഷ് ലിസ്റ്റായിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടതെന്ന്. ഞാനിവിടെ കുറച്ച് പോയിന്റ്സ് ആസ് യൂഷ്വൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാം എന്തൊക്കെയാണ് നമ്മളുടെ സെപ്റ്റംബർ മാസത്തിലെ വിഷ് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ടത്. ഇപ്പം ഈ വീഡിയോ കാണുന്ന ഒരാൾ, നിങ്ങൾ ഇതിനു മുൻപ് എൻ്റെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കാവുന്നതാണ്. ഞാൻ കൂടുതലും ചെയ്യുന്നത് ഇതേപോലത്തെ ലൈഫ് ഹാക്സ് അല്ലെങ്കിൽ ലൈഫ് കോച്ചിങ് ആയിട്ടുള്ള വീഡിയോസാണ്. നമുക്ക് ലൈഫിൽ എങ്ങനെ ഡിസിപ്ലിൻ കൊണ്ടുവരാം, എങ്ങനെ നല്ല രീതിയിൽ നമ്മളെ ഗ്രൂം ചെയ്തെടുക്കാം, എങ്ങനെ ഒരു സെൽഫ് ഗ്രോത്ത്, സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ക്യാരക്ടർ ബിൽഡിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോസാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ ഈ ഒരു വീഡിയോയിൽ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത്. മറ്റുള്ളവർക്കും എന്തായാലും യൂസ്ഫുൾ ആകും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞാൻ ഇങ്ങനത്തെ ടോപ്പിക്സാണ് കൂടുതലും ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം എനിക്ക് കൂടുതലും ഒരു ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റാണ് പല സമയത്തും ഉള്ളത്. നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കണം എന്നില്ല. ചില സമയത്ത് എനിക്ക് ചേഞ്ച്, ഇത്രയും നാളും പോയത് വേണ്ട, ഇനി ഒരു ന്യൂ ലൈഫ് അല്ലെങ്കിൽ ഒരു ന്യൂ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്നൊക്കെ വരും. പക്ഷെ നമ്മളെപ്പോഴും സ്റ്റേബിൾ ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മളുടെ മൈൻഡിൽ എന്ന് വെച്ച് നമ്മൾ നല്ല കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യണം, അതുപോലെ നെഗറ്റീവ് എന്ന് തോന്നുന്നതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഇത്രയും നാൾ നമ്മൾ നല്ലതായിരുന്നു എന്ന് വിചാരിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് മനസ്സിലാകുവാണെങ്കിൽ ഡ്രോപ്പ് ചെയ്യാനുള്ള മൈൻഡൊക്കെ ഉണ്ടാവണം. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞതുപോലെ ഒരാൾ ലൈഫിൽ സക്സസ്ഫുൾ ആവണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ്. അതിപ്പോൾ എൻ്റെ കാര്യത്തിലാണേലോ, എൻ്റെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണേലോ, ആരാണെങ്കിലും അവർക്കൊരു ഗ്രോത്ത് ഓറിയൻറ്റഡ് മൈൻഡ് സെറ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പോയിന്റാണ് ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളത്. നമ്മുടെ സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് എന്തായാലും ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. എന്ത് ലക്ഷ്യമാണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് അറിയാം. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ, നിങ്ങളൊരു ഹൗസ് വൈഫോ ഒരു ഹോം മേക്കർ ആണെങ്കിലോ, നിങ്ങളൊരു ബിസിനസ് പേഴ്സൺ ആണെങ്കിലോ, നിങ്ങളൊരു ഓൺടർപ്രണർ ആണെങ്കിലോ, നിങ്ങളൊരു ഡോക്ടറോ എൻജിനീയറോ ആരോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാം. അപ്പോൾ നിങ്ങൾക്കൊരു ഗോൾ സെറ്റ് ചെയ്യുക. ഈ സെപ്റ്റംബർ മാസത്തിൽ തന്നെ അച്ചീവ് ചെയ്യേണ്ട ഒരു ഗോൾ. അതൊരു വലിയ ഹെവി ഗോൾ ഒന്നും വെക്കാൻ പാടില്ല. ഒരു മാസം കൊണ്ട് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പം എനിക്ക് ഈ മാസത്തെ എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ എനിക്ക് ഈ എക്സാമിന് ഒരു 70% മാർക്ക് കിട്ടുക, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്കൊരു കസ്റ്റമറെ ഒപ്പിക്കണം, ഈ ഒരു മാസം നിങ്ങൾക്കൊരു 10 കസ്റ്റമേഴ്സിനെ ഒപ്പിക്കണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് റിയാലിറ്റിയിലേക്ക് കടന്ന് ചിന്തിക്കണേ. അല്ലാതെ സ്വപ്നലോകത്തിരുന്ന് ഈ മാസം കൊണ്ട് എനിക്കൊരു 100 കോടി രൂപ ഉണ്ടാക്കണം, അല്ലെങ്കിൽ എനിക്കൊരു 15 കോടിയുടെ കാർ ഈ മാസം വാങ്ങിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഈ മാസം ലോകം മുഴുവൻ ട്രാവൽ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഗോൾസ് അല്ല. നമ്മളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് ആലോചിച്ചിട്ട് ആ മാസം നമുക്ക് ആവശ്യമുള്ളത്, നമ്മുടെ ലൈഫിൽ ഒരു ഹാപ്പിനെസ് തരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഫിനാൻഷ്യലി അതേപോലെ തന്നെ പേഴ്സണലി ഇംപ്രൂവ്മെൻറ്റ് തരുന്ന ഒരു കാര്യം.
അങ്ങനെയുള്ള ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗൈസ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ നിങ്ങൾ ഇരുന്ന് ആലോചിക്കുക, ഈ ഒരു മാസം എനിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അപ്പോൾ എൻ്റെ ഗോൾ എന്താണ്. ഇപ്പം നിങ്ങൾ ഒരു സിലബസിലെ 10 പോയിന്റ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇതൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു. ഇതേപോലെ നിങ്ങൾ ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സെപ്റ്റംബർ വിഷ് ലിസ്റ്റിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് വേസ് ഫോർ ദാറ്റ്. അതായത് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഒരു ഗോളോ ഒന്നിലധികം ഗോൾസോ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ചുമ്മാ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അവിടെ എഴുതി വെച്ചിട്ട് അങ്ങ് പോവുക എന്നുള്ളതല്ല. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഗോൾസ് ആർക്ക് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പാണ് അതിന് വേണ്ടിയിട്ടുള്ള വഴികൾ കണ്ടുപിടിക്കുക എന്നുള്ളത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ മാസം ഒരു എക്സാം എഴുതാൻ പോകുന്നുണ്ട്. ആ എക്സാമിന് എനിക്ക് ഫുൾ മാർക്ക് വേണം. അതാണ് എൻ്റെ ഗോൾ. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് അതിന് വേണ്ടിയിട്ടുള്ള വഴികൾ കണ്ടുപിടിക്കുക. അപ്പോൾ ആ എക്സാമിൻ്റെ സിലബസ് ഞാൻ കണ്ടുപിടിക്കുക. ദെൻ ആ എക്സാമിന് വരുന്ന ടോപ്പിക്സിൻ്റെ സോഴ്സസ് കണ്ടുപിടിക്കുക. പല ബുക്സ് എനിക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, ലൈബ്രറീസിൽ വിസിറ്റ് ചെയ്യാം, ഫ്രണ്ട്സിനോട് സംസാരിക്കാം, ടീച്ചേഴ്സുമായിട്ടുള്ള ഡിസ്കഷൻസ് വെക്കാം. അതുപോലെ ഈ ഒരു സബ്ജക്റ്റിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളവരെ കണ്ട് അവരുടെ അടുത്ത് നിന്ന് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം, ഇൻ്റർവ്യൂസ് നടത്താം, അങ്ങനെ യൂട്യൂബ് വീഡിയോസ് നോക്കാം, അതുപോലെ പല PDF റെഫർ ചെയ്യാം. ഇതൊക്കെയാണ് വഴികൾ. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഞാൻ. അതുപോലെ നിങ്ങളുടെ ഡ്രീം എന്താണോ, നിങ്ങൾക്കൊരു കസ്റ്റമറിനെ ക്യാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോകണം, ഇത്ര സ്ഥലത്ത് പോകണം, അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ക്ലയൻസിനെ ഒപ്പിക്കാം. അങ്ങനെ നിങ്ങളുടെ സൊല്യൂഷൻസ് എന്താണോ അത് നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ സെക്കൻഡ് വിഷ് ലിസ്റ്റിൽ വരേണ്ട കാര്യം. അപ്പം നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഈ 2 നിങ്ങൾ ഈ ഒരു മാസം തന്നെ ചെയ്തിരിക്കണം. ആൻഡ് നമ്മളുടെ തേർഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ടേക്ക് ആക്ഷൻസ്. ഞാൻ പറഞ്ഞു ഫസ്റ്റും സെക്കൻഡും ആർക്ക് വേണമെങ്കിലും ചെയ്യാം. മൂന്നാമത്തതാണ് ഏറ്റവും പാട്, അല്ലെങ്കിൽ ഇതിൽ ഭൂരിഭാഗം പേരും ചെയ്യാത്ത ഒരു കാര്യമാണ്. ഒരു 100 പേരെ പിടിച്ചു നിർത്തി നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ ഈ ആദ്യത്തെ ഒന്നാമത്തെ പോയിന്റ് ഒരു 90 പേര് വേണമെങ്കിൽ ചെയ്യും, രണ്ടാമത്തെ 90 പേര് വേണമെങ്കിലും ചെയ്യും. പക്ഷേ ഈ ആക്ഷൻ എടുക്കുക എന്നുള്ളത് എത്ര പേര് ചെയ്യും? വളരെ കുറച്ച് പേര് മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മുടെ തേർഡ് പോയിന്റാണ് ആക്ഷൻ എടുക്കുക. നമ്മൾ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, എക്സാമിന് ഫസ്റ്റ് വാങ്ങിക്കുക, ദെൻ സെക്കൻഡ് അതിന് വേണ്ടിയിട്ടുള്ള റെഫറൻസ് സോഴ്സുകളൊക്കെ റെഫർ ചെയ്യുക. അതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇനി ആക്ഷൻ എന്താ? അത് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. അതുകൊണ്ട് അത് ചെയ്താലേ എനിക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. ദെൻ തേർഡ് പോയിന്റ് ഇസ് അത് ചെയ്യുക, ഡു ഇറ്റ്. അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിലെ ഡ്രീം ഉണ്ടല്ലോ, ആ ഡ്രീം അച്ചീവ് ചെയ്യാനുള്ള വഴികൾ നിങ്ങൾ കണ്ടുപിടിച്ചു. ഇനി ആ വഴിയിലൂടെ നിങ്ങൾ ട്രാവൽ ചെയ്യൂ. നിങ്ങൾ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ട ആക്ഷൻ നിങ്ങളുടെ സൈഡിൽ നിന്നും പുട്ട് ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ആ ഒരു ഇൻപുട്ട് കൊടുക്കുക. അതാണ് നമ്മളുടെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മളുടെ സെപ്റ്റംബർ വിഷ് ലിസ്റ്റിലെ ഫോർത്ത് പോയിന്റാണ് സെൽഫ് ഗ്രൂമിങ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി ഒരു ആത്മവിശ്വാസം ഉണ്ടാവണം. നിങ്ങൾക്ക് നിങ്ങളിൽ കോൺഫിഡൻ്റ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിൽ ഓക്കെ ആവണമെങ്കിൽ നിങ്ങളുടെ ഔട്ട്ലുക്കിൽ നിങ്ങൾ കുറേ ചേഞ്ചസ് ഒക്കെ വരുത്തണം. ഇപ്പം നിങ്ങളുടെ ബോഡി ഫിറ്റ്നസ്സിലൊക്കെ കുറച്ചൊന്ന് ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ബോഡി ഫിറ്റ്നസ്സിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മെൻ്റലി കുറച്ചും കൂടി കോൺസെൻട്രേഷനൊക്കെ നിങ്ങൾക്ക് കൂടും. നിങ്ങളുടെ മൈൻഡ് കുറച്ചും കൂടി കോൺസെൻട്രേറ്റഡ് ആവും. നിങ്ങളുടെ ബ്രെയിൻ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നിങ്ങൾക്ക് ഫിസിക്കൽ എക്സസൈസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫുഡിനെ കൺട്രോൾ ചെയ്യാം. അതുപോലെ ഫാറ്റി ഫുഡ്സ് ഒക്കെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഹെൽത്തി ഡയറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിലൊക്കെ ചെറിയ ചേഞ്ചസ് കൊണ്ടുവരും. വർഷങ്ങളായിട്ടുള്ള നിങ്ങളുടെ ഒരു സെയിം ലുക്കിലൊക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരും. നിങ്ങളുടെ ഹെയർ ഒക്കെ വേണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കേൾ ചെയ്യാം. കേളി ഹെയർ ഉള്ളവർക്ക് സ്ട്രെയിറ്റൻ ചെയ്യാം, കളർ ചെയ്യാം. അതുപോലെ എന്ത് ചേഞ്ചസിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ അതെല്ലാം കൊണ്ടുവരിക. നിങ്ങളുടെ ഫേസിലാണല്ലോ, നിങ്ങളുടെ ടോട്ടൽ ലുക്സിലോ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓർണമെൻറ്റ്സിലോ, നിങ്ങളുടെ ക്ലോത്ത്സിലോ, നിങ്ങളുടെ ഡ്രസ്സിൻ്റെ നിങ്ങൾക്കൊരു യുണീക്ക് കളർ ഉണ്ടാവണം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ വെയർ ചെയ്യുന്നത് 3 കളർ ഓഫ് ഡ്രസ്സസ് ആണ്. വൈറ്റ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ബ്ലൂ കളറും എൻ്റെ ഒരു യുണീക്ക് കളർ കോഡെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഗ്രീൻ. ഈ 3 കളർ ഡ്രസ്സാണ് ഞാൻ കൂടുതൽ ചൂസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഞാൻ ഇടാറുണ്ട്, പക്ഷേ
മോസ്റ്റ്ലി ഇതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള 3 കളേഴ്സ്. അതേപോലെ നിങ്ങൾക്കും കുറച്ച് ഫേവറേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ സെൽഫ് ഗ്രോം, ഒരു സെൽഫ് ലവിൻ്റെ പാർട്ടായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാം. നിങ്ങളെ എങ്ങനെയൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട്, എലഗൻ്റ് ആയിട്ട്, അട്രാക്റ്റീവ് ആയിട്ട് കൊണ്ടു നടക്കാം, ആ ഒരു ഗ്രേസ്ഫുൾ ലുക്ക്, ഒരു അറ്റയർ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നെങ്കിൽ അത് വലിയൊരു കാര്യമാണ് ഗൈസ്. ആൻഡ് നമ്മളുടെ ലാസ്റ്റ് പോയിന്റ് ആണ്, നമ്മളുടെ സെപ്റ്റംബർ വിഷ് ലിസ്റ്റിലെ 5ാമത്തെ പോയിന്റ് ആണ് ബിൽഡ് എ കോൺഫിഡൻറ്റ് പേഴ്സണാലിറ്റി. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇപ്പോൾ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെ നമുക്കിവിടെ ആഡ് ചെയ്യാം. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ ഫേസിലേക്ക് എപ്പോഴും കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. മനസ്സിലാകുന്നില്ലേ? അതായത് നിങ്ങളിപ്പോൾ വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാം? പ്രാക്ടീസ് ആണ് കോൺഫിഡൻസിൻ്റെ അടിത്തറ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് പ്രാക്ടീസ്. നിങ്ങൾക്ക് എന്ത് കാര്യമാണോ ചെയ്യാനുള്ളത് ആ കാര്യം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്കൊരു സ്റ്റേജിൽ പാട്ട് പാടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് പലതവണ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്കൊരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യാൻ പോകുന്നത്, ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാനാണ് പോകുന്നതെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. മനസ്സിലായില്ലേ? അങ്ങനെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഡെമോസ് ഒക്കെ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മിററിൻ്റെ ഫ്രണ്ടിൽ വേറെ ആരും വേണ്ട, നിങ്ങൾ മാത്രം നിന്ന് നിങ്ങൾക്ക് ഡെമോസ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ സെപ്റ്റംബർ വിഷ് ലിസ്റ്റിൽ നിങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ സ്വപ്നം കണ്ടെത്തുക, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടാക്കിയെടുക്കുക. ഒരു മന്ത്ലി ഗോളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി വർക്ക് ചെയ്യുക, ആക്ഷൻസ് ഇടുക, കോൺഫിഡൻ്റ് ആയിട്ട് നടക്കുക, നിങ്ങളെ തന്നെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.